ഓക്കെ ഗായ്സ്, അങ്ങനെ ഗായ്സ് നമ്മളങ്ങനെ ഒരു പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ടാണ് ഗായ്സ് നമ്മളെന്തായാലും ഇന്നെന്തായാലും വന്നേക്കണം. ഓക്കെ, അപ്പോൾ ഗായ്സ് നമ്മളെന്തായാലും ഇന്നെന്തായാലും നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിൽ ഞങ്ങൾക്ക് ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഗായ്സ് ഞാൻ എന്തായാലും ഇന്നെന്തായാലും വന്നേക്കണം. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളാണ് ഇന്നെന്തായാലും ഒരു ഏതാണ് ഫണ്ണി ആയിട്ടുള്ള ഒരു കിടിലൻ വീഡിയോ ആയിട്ടാണ് വന്നേക്കണം. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോ ഞങ്ങൾക്ക് നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഗായ്സ്, ഇവിടെ ഇപ്പോൾ എന്തായാലും നമ്മുടെ മറ്റേ ആ ഒരു ഏതാണ് സ്റ്റണ്ട് റേസിന് ഞങ്ങൾക്ക് എന്തായാലും ഞാൻ എന്തായാലും വന്നിരിക്കുകയാണ്. ഓക്കെ, എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലല്ലോ. ഓക്കെ, നമ്മുടെ ഇന്ത്യയിൽ ഞങ്ങളൊക്കെ ആണെങ്കിൽ ഇന്നാണെങ്കിൽ ഒരു വലിയൊരു സ്റ്റണ്ട് റേസും ഞങ്ങളൊക്കെ നടപ്പുണ്ട്. നമ്മുടെ ബീച്ചിലായിട്ടാണ് ആ ഒരു സ്റ്റണ്ട് റേസും ഞങ്ങളൊക്കെ നടക്കണത്. അപ്പോൾ ഈ ഒരു സ്റ്റണ്ട് റേസ് നടക്കണ കാര്യം ഞാൻ എന്തായാലും നമ്മുടെ ഏതാണ് TV-യിൽ ന്യൂസുകളൊക്കെ കണ്ടപ്പം കണ്ടെന്തായാലും. ഓക്കെ, അപ്പം നമ്മുടെ ബീച്ചിൽ ഞങ്ങൾക്ക് ഒരു സൺ റൈസും ഞങ്ങൾക്ക് നടക്കാൻ നോക്കി. അപ്പം ആ സെക്കൻഡ് തന്നെ ഞാൻ ഒറ്റ അടിക്കാൻ നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് നേരെ ഇങ്ങോട്ട് എന്തായാലും വന്നോക്കെ. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ വണ്ടികൾ ഇരിപ്പുണ്ട്, പക്ഷേ ഒരു ആൾ പോലും ജയിച്ചില്ല. അത്രയും ടഫ് റേസ് എന്നാണ് എല്ലാവരും പറയണത്. പക്ഷേ എനിക്കിത് കണ്ടപ്പോൾ വലിയ ടഫായിട്ടൊന്നും തോന്നണല്ലോ. ഇവിടെ നോക്കുമ്പോൾ ഒരു ടഫായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. സിമ്പിൾ റേസ് പോലെയാണ് എനിക്ക് തോന്നണം. പക്ഷേ എല്ലാ ആൾക്കാരും 5-6 പ്രാവശ്യമൊക്കെ ഓടിച്ചൊക്കെ നോക്കി എല്ലാവരും ഫെയിലായിപ്പോയി. ഇരിക്കണ എല്ലാ വണ്ടിയും ഫെയിലായതാണെന്നാണ് പറയണത്. നമ്മുടെ ഈ ഒരു R15 മാത്രമാണ് ഇവിടെ പുതിയതായിട്ട് ഇപ്പോൾ വന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും പോയി നമ്മുടെ പേരൊക്കെ പറഞ്ഞിട്ട് വരാം. പിന്നെ ഈ ഇരിക്കണ 2 വണ്ടിയെന്ന് വെച്ചാൽ ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു റേസിന് ജയിച്ചാൽ നമുക്ക് കിട്ടണ ഗിഫ്റ്റാണ്. ഓക്കെ, നമുക്ക് കിട്ടണ ഒരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു 2 വണ്ടിയും കാര്യങ്ങളൊക്കെ. അപ്പം ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് എല്ലാം സെറ്റാണ്. നമ്മുടെ വണ്ടിയെല്ലാം ഓക്കെയാണ്. ഞാൻ ഫുള്ളായിട്ട് കടയൊക്കെ ആയിട്ട് വന്ന വണ്ടി സെറ്റാക്കിയിട്ടാണ് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും നമ്മുടെ ബാക്കി സംഭവങ്ങൾ വെച്ചിട്ട് വരാം. ഓക്കെ ഗായ്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കെന്തായാലും നൈസായിട്ട് ഗൈസ് നമ്മുടെ ഏതാണ് വണ്ടി ഞങ്ങളൊക്കെ നൈസായിട്ട് എടുക്കുക. ഓക്കെ, അവരെന്തായാലും സ്റ്റാർട്ട് പറയുമ്പോഴാണ് പോകേണ്ടത്. ഓക്കെ, വണ്ടി ഞങ്ങൾക്ക് ഒരു വീട്ടിൽ നിർത്താം. എല്ലാം ഓൾമോസ്റ്റ് സെറ്റ് തന്നെയല്ലോ. ഓക്കെ, എല്ലാം ഓക്കെയാണെന്ന് തോന്നണം. ഓക്കെ, നമുക്കെന്തായാലും ഹെൽമെറ്റ് ഞങ്ങൾക്ക് എടുത്ത് വയ്ക്കാം ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഓൺ ഔട്ട് ഗെറ്റ് സെറ്റ് ഗോ. ഓക്കെ ഗായ്സ്, ഇവിടെ ഇപ്പോൾ എന്തായാലും ഗോയിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും വണ്ടിയും കണക്കെ എന്തായാലും മുന്നോട്ടെടുക്കും. ഇനി ചെറിയൊരു പേടിയുണ്ട്, പക്ഷേ സിമ്പിൾ റേസാണ്. ഓക്കെ, ജയിച്ചു കഴിഞ്ഞാൽ ആ 2 വണ്ടി കിട്ടും. ഓക്കെ, തോറ്റു കഴിഞ്ഞാൽ ഒരു കോപ്പ് കിട്ടുമല്ലോ. എൻ്റെ ഒമ്പോ ജസ്റ്റ് സിപ്പ് നമ്മൾ വീണാൻ. ഈ വണ്ടിക്ക് ബ്രേക്കൊക്കെ അത്യാവശ്യമുണ്ട്, പക്ഷെ എന്നാലും നമ്മൾ തോക്കൂലേ. ഓക്കെ, ഇവിടെ നിന്ന് ഇച്ചിരി സ്പീഡിലോട്ട് പോകണം. അതുകൊണ്ട് നമുക്ക് നൈസായിട്ട് നല്ല രീതിക്ക് ബാക്ക് എടുത്തിട്ട് ഒറ്റ പറത്തിലങ്ങ് വിട്ടു കൊടുക്കുക. എൻ്റെ മോനെ ഓയ്യോ, അങ്ങനെ നമ്മളങ്ങനെ നല്ല പറപ്പിച്ച് നമ്മളങ്ങനെ നല്ല സ്പീഡിൽ നമ്മളങ്ങനെ ഇപ്പുറത്ത് ചാടി. ഇതൊരു സിമ്പിൾ റേസാണെന്ന് തോന്നണേ. എനിക്കറിയണോ നിനക്കൊന്നും ഇത് റേസ് കംപ്ലീറ്റ് ആക്കാൻ പറ്റൂല. ഞങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. ഞങ്ങളൊരു പെർഫെക്റ്റ് റൈഡേഴ്സാണ്, എന്നിട്ട് ഞങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. പിന്നെയാണ് നിന്നെപ്പോലത്തെ ചെറുക്കന്മാർ. അങ്ങോട്ട് പോവാ ചേട്ടാ, ഞാൻ നല്ല സൂപ്പറായിട്ട് കംപ്ലീറ്റ് ആക്കുക. നിങ്ങൾ വേണേൽ കണ്ടോ. അല്ല പിന്നെ ചുമ്മാ എന്നെ ദേഷ്യം പിടിപ്പിക്കാറുണ്ട്. ഓക്കെ, ഇപ്പം എന്തായാലും ഞാൻ എന്തായാലും കയറിയിട്ടുണ്ട്. നിന്നെ കൊണ്ടൊന്നും കയറാൻ പറ്റത്തില്ല കേട്ടാ. ഞങ്ങളൊക്കെ നല്ല പ്രൊഫഷണൽ ഡ്രൈവേഴ്സാണ്, ഞങ്ങൾക്ക് പോലും ഇത് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എങ്ങനെയാടേ നിനക്ക്? നീ പറ. എനിക്കിത് ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റും. അത് നിങ്ങളായിട്ട് ഇനി ആരും അറിയേണ്ട ആവശ്യമില്ല. എനിക്കിത് ചെയ്യാൻ പറ്റും, അത്രയേ ഉള്ളൂ. എന്നാൽ നമുക്ക് കാണാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ എന്തായാലും ഞാൻ ഈ ചാട്ടി ഇത് എനിക്ക് വലുതായിട്ട് തോന്നണല്ലോ. ഓ നോ ഗൈസ്, നമ്മൾ നൈസായിട്ട് താഴെ പോയിട്ടുണ്ട്. എന്ത് കഷ്ടമാണ്. എൻ്റെ വണ്ടി താണ്ട തറയിൽ പോയി. വലിയ ഡയലോഗ് അടിക്കുമായിരുന്നല്ലോ, ഞാൻ ജയിക്കും.
ഇപ്പം എങ്ങനെ ഇരിക്കണ? ഞങ്ങൾക്കൊക്കെ എത്ര ചാൻസ് കിട്ടി, ഇനി നീയും ജയിക്കാൻ പോണില്ല. ഓക്കെ, നിനക്കാണെങ്കിൽ പക്ഷെ 2 ചാൻസും കൂടെ ഉണ്ട്. നീ കളി നോക്കട്ടെ, എന്നെ കൊണ്ടൊന്നും ജയിക്കാൻ പറ്റില്ല. നീയൊക്കെ പീക്കരി ചെറുക്കന്മാരാണ്. അങ്ങനെ നിങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയാ ഞാൻ ജയിക്കില്ല എന്ന്. ഞാൻ ഇതിൽ ഉറപ്പായിട്ട് ജയിച്ചിരിക്കും. ഇതെൻ്റെ വാശിയാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്നാലും നമുക്ക് ഒരു സെക്കൻഡ് ടേണും കൂടെ എന്നാലും കിട്ടുന്നുണ്ട്. പക്ഷെ അവർക്കൊക്കെ 5 പ്രാവശ്യമൊക്കെ ടേണൊക്കെ കിട്ടിയെന്ന് പറയണം. അതെങ്ങനെയാണ് എന്തോ ഈ വണ്ടിയുടെ സ്പീഡിൻ്റെ കുഴപ്പം കൊണ്ടാണ് നമുക്ക് അവിടെ വെച്ച് എന്തായാലും ചാടാൻ പറ്റാതെ. നമുക്ക് എന്തായാലും ഒരിക്കൽ കൂടെ എന്തായാലും ടേൺ എടുത്തിട്ട് വരും. ഓക്കെ ഗൈസ്, ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനലാണ്. ഇതിലും കൂടെ നമ്മൾ തോറ്റു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ റേസ് കളിക്കാൻ പറ്റില്ല. ഇതിലും കൂടെ തോറ്റു കഴിഞ്ഞാൽ ഒരു പ്രശ്നം കൂടെ എന്തായാലും ഉണ്ട്. ഈ റേസിൽ തോക്കുകയാണെങ്കിൽ നമ്മൾ 10 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഈ ബൈക്ക് നമ്മളിവിടെ കൊടുക്കേണ്ടി വരും. ഇപ്പം ഇവരുടെ ഈ ബൈക്കെല്ലാം പോയേക്കാണ്. ഇവരെല്ലാവരും ഈ ബൈക്ക് കൊടുത്തിട്ട് എന്തായാലും പോയാണ്. ആൾക്കാർ അവിടെ നിൽക്കുകയാണ്, ആൾക്കാർ റേസ് കാണാനായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ബൈക്കെല്ലാം പോയിട്ടുണ്ട്. ഇത് പക്ഷേ ഭയങ്കര സിമ്പിൾ റേസാണ്. എനിക്ക് പക്ഷെ വലിയ പാടായിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ എന്താണെന്തോ എനിക്കാണെങ്കിൽ അവിടെ എത്തിയപ്പോൾ ചാടാൻ പറ്റില്ല. അവിടെ പക്ഷേ സ്പീഡ് കുറവാണ് വണ്ടിയുടെ. ഞാനാണ് ഇവിടെ ഇപ്പം എന്തായാലും ചാടിയിട്ട് എന്തായാലും ഉണ്ട്. ഇവിടെ വരുമ്പോൾ നമുക്ക് സൂക്ഷിക്കണം. ജസ്റ്റ് വിസിബിൾ ഇപ്പോൾ പോയേനെ. വണ്ടിയുടെ ബ്രേക്ക് അത്യാവശ്യം നല്ല ഉണ്ട്. ഈ വണ്ടിക്ക് നല്ല സൂപ്പർ ഡൂപ്പർ ബ്രേക്കാണ്. R15 നല്ല കിടിലൻ ബൈക്കുമാണ്. അതുമാത്രമല്ല എൻ്റെ ഫേവറേറ്റ് ബൈക്കും കൂടെയാണിത്. എന്നെ ചതിക്കാൻ ചാൻസ് ഇല്ല. ഒയ്യോ, ജസ്റ്റ് അവിടെ നിന്ന് പറന്നു വന്നു നമ്മള്. അയ്യോയ്യോ. ഞാൻ എന്തൊക്കെയോ സ്റ്റണ്ടൊക്കെ കാണിച്ച് ഇപ്രാവശ്യം അവിടെ എത്തിയില്ല. നമ്മുടെ സെക്കൻഡ് ടേണും പോയിട്ടുണ്ട്. എന്ത് കഷ്ടമാണ് ഗായ്സ്. ഇത് ഭയങ്കര ടഫെന്ന് വെച്ചാൽ ഭയങ്കര ടഫ് റേസാണ്. അവിടെ എത്തുമ്പോൾ വണ്ടിയുടെ സ്പീഡ് ഭയങ്കര കുറഞ്ഞാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം അവിടെ തന്നെ വീണ്. എനിക്ക് തോന്നുന്നു ഒരു ടേൺ കൂടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈ ടേൺ ഞാൻ അല്ലാതെ കിട്ടിയതാണ്. എൻ്റെ മോനെ തല അടിച്ച് വീണിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല ഡാമേജുകൾ പറ്റിയിട്ടുണ്ട്. നമ്മുടെ ബൈക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഫുള്ള് ഡാമേജ് ആയെന്ന് തോന്നുന്നു. ഈ വണ്ടി ഇനി ഉപയോഗിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നോക്കാം, ചിലപ്പോൾ ഓണാവുമായിരിക്കും. വണ്ടി ഓണൊക്കെ തന്നെ. വണ്ടിയുടെ സൈലൻസർ അകത്തുനിന്നൊക്കെ വെള്ളം വരണുണ്ട്. ഒരു ടേൺ കൂടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അവർക്കൊക്കെയാണ് 5 ടേൺ കിട്ടി. അതെങ്ങനെയാണെന്തോ. എനിക്കെന്ത് വെറും 1. എനിക്കൊരു ടേണും കൂടെ വേണം, അല്ലാതെ നടക്കില്ല. നമുക്ക് എന്തായാലും ഒരു ടേൺ കൂടെ ചോദിച്ചു നോക്കാം. മിക്കവാറും ഇതിൽ പൈസ കൊടുക്കേണ്ടി വരും. ഗായ്സ്, ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടേൺ ആണ്. ഇതും കൂടെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇനി ഒരു ടേണും ഇല്ല. എത്ര രൂപ കൊടുത്താലും ടേൺ കിട്ടില്ല. ഞാൻ ഇപ്പോഴെന്തായാലും ഈ ടേൺ എന്തായാലും 20,000 രൂപ കൊടുത്താണ് എടുത്തത്. എന്നുവെച്ചാൽ ആ 2 ബൈക്ക് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും നമുക്ക് എടുത്തേ പറ്റും. ഇത് അവസാനത്താണ്. ഇതിലും കൂടെ തോറ്റാൽ പിന്നെ നമുക്ക് ഒരു ടേണും ഇല്ല. ബൈക്ക് കൂടെ കൊടുത്തിട്ട് നമുക്ക് പോവാം. അതാണ് അയാൾ പറഞ്ഞത്. ഭയങ്കര ടഫ് റേസാണ്. പക്ഷെ വലിയ ടഫൊന്നും ഇല്ല. അവിടെ എത്തുമ്പോൾ എന്താണത്, വണ്ടിയുടെ സ്പീഡ് നല്ല കുറയുന്നുണ്ട്. ഇനി ഇവിടെ നിന്നും കൂടെ ചാടി വീഴും. ഞാനങ്ങനെ ഇവിടെ ഇപ്പോൾ എന്തായാലും ഇതും കൂടെ ചാടിച്ചിട്ടുണ്ട്. എൻ്റെ ഇതിൻ്റെ ഇടയിൽ കൂടെ വീണ് കഴിഞ്ഞാൽ തീർന്നു. അയ്യോ നമ്മൾ വീണ്. പക്ഷേ ഗൈസ്, ഇത് ഇൻഡിക്കലായിട്ട് വീണ അല്ല. കാരണം വെച്ചാൽ ഇൻഡിക്കലായിട്ട് വീണ് കഴിഞ്ഞാൽ നമുക്കെന്തായാലും ഇനി ചാൻസ് കിട്ടത്തില്ല. ഇത് പക്ഷെ ഇൻഡിക്കലല്ല, ഇത് എൻ്റെ ശ്രദ്ധ കൊണ്ട് വീണാണ്. ആ വണ്ടി ബാക്കൗട്ട് എടുത്തുകൊണ്ടാണ്. ഒരു ചാൻസും കൂടെ ഒന്ന് ചോദിച്ചു നോക്കാം. ഞാൻ ഇവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട്. ഒരു ചാൻസ് കൂടെ ചോദിച്ചു നോക്കാം. ഇത് ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. വെച്ചാൽ ഇൻഡിക്കലല്ലല്ലോ, അതുകൊണ്ടാണ്. ഇത് എൻ്റെ അവസാനത്തെ ഫൈനലാണ്. ഇനി അല്ല അതിൻ്റെ ശ്രദ്ധ കൊണ്ട് വീണാലും
ഞാൻ തീരുമെന്നാണ് പറഞ്ഞത്. വെച്ചാൽ ഇത് ഇൻഡിക്കൽ അല്ലാത്തതുകൊണ്ടാണ് ഇപ്പം എന്നെ വെറുതെ വിട്ടത്. ഓക്കെ, ഒരിക്കൽ കൂടെ ചാൻസ് തന്നത്. ഇനിയില്ലെന്നാണ് പറയണത്. ഇനി അഥവാ നീ വീണാലും നിനക്ക് ചാൻസ് കിട്ടില്ലെന്നാണ് പറയണത്. എന്ത് കഷ്ടമാണല്ലേ. വണ്ടി നല്ല സ്ലിപ്പാവുന്നുണ്ട്. പക്ഷെ അത് എൻ്റെ കുഴപ്പം കൊണ്ടാണ് വണ്ടി വീണത്. ഓക്കെ, ഇവിടെ ഇപ്പം ഇന്നലെ ഹെൽമെറ്റൊക്കെ എടുത്തിടാൻ മറന്നുപോയി. വാ 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 വാ. ഓക്കെ, ഇവിടെ ഞങ്ങൾ വലിയൊരു ജമ്പ് അങ്ങ് ചാടാം, അത്രയേ ഉള്ളൂ. ഒന്നും നോക്കണ്ട, ഒറ്റ ചാട്ടം അങ്ങെടുത്ത് ചാട്ടി കൊടുക്കുക. അയ്യോ, എത്തത്ത്. ഓ മാൻ, ഞാൻ വിചാരിച്ചു അവിടെ നിന്ന് പോയെന്ന്, പക്ഷേ പോയില്ല. ഇതെങ്കിലും ജയിക്കുമോ എന്ന് എനിക്കറിഞ്ഞൂടാ. ട്രൈ ചെയ്ത് നോക്കാം നമുക്ക്. അവിടെയാണ് സീന്. അവിടെ നിന്ന് എന്തെങ്കിലും പോകാൻ വല്ല വഴി പോലെ ആലോചിക്കണം. ഇത് ലാസ്റ്റ് ടേണാണ്. ഇതിൽ ജയിച്ചില്ലെങ്കിൽ വണ്ടി പോകും, അല്ലെങ്കിൽ 10 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും. വണ്ടി പക്ഷെ എനിക്ക് കൊടുക്കാൻ തോന്നുന്നില്ല, അത്ര ആഗ്രഹിച്ച് എടുത്തതാണ്. ഓക്കെ, എനിക്കിവിടെ ഇപ്പോൾ എന്തായാലും പോകാനായിട്ടൊരു ടേണുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അയ്യോ എടേ, എന്തോടെ ഞാൻ വണ്ടി വളച്ചെടുത്ത്. ഇനി നമുക്ക് ചാൻസ് കിട്ടാൻ തോന്നണില്ല. ഇത് എത്ര പ്രാവശ്യമാണിത്? ഒരിക്കൽ കൂടെ ചോദിച്ചു നോക്കിയേക്കാം. ഒരിക്കൽ കൂടെ അവർ തരുമോന്ന് എനിക്കറിഞ്ഞൂടാ. ചോദിച്ചു നോക്കാം നമുക്ക്. ഒരു ചാൻസ് കൂടെ തരുമെന്ന് ചോദിച്ചു നോക്കി. ഈ വണ്ടിയെ കൊണ്ടാണ് ഇതൊന്നും ചാടാനേ പറ്റൂല, അതാണ് കുഴപ്പം. അത്യാവശ്യം നല്ല സ്പീഡുള്ളൊരു വണ്ടിയാണ്. ഈ വണ്ടിക്ക് നല്ല സ്പീഡുണ്ട്, എന്നാലും എന്താണെന്നാണ് കുഴപ്പം. ഓക്കെ, നമുക്ക് ഒരിക്കൽ കൂടെ ഒരു ചാൻസ് കൂടെ ചോദിച്ചു നോക്കി. ഇത് സത്യത്തിൽ ഇൻഡിക്കൽ അല്ല. ഓക്കെ, പക്ഷെ അവരിനി പറഞ്ഞത് ഇൻഡിക്കൽ തരൂലെന്ന്. പക്ഷേ നമുക്കാണെങ്കിൽ കുറച്ച് പൈസ വേണമെങ്കിൽ കൊടുത്തു നോക്കാം. ഓക്കെ, ഇവർക്കൊക്കെ ആണെങ്കിൽ 5 ചാൻസാണ് കൊടുത്തത്. എനിക്കിവിടെ ഇപ്പോൾ വേറെ 4 ചാൻസ് ആയതേ ഉള്ളൂ. ഒരെണ്ണം കൂടെ ചോദിച്ചു നോക്കും. ഓക്കെ, എന്തായാലും ഞാൻ ഒരു 30,000 രൂപ കൈ പിടിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തിയാൻ പൈസ കൊടുത്ത് ഉള്ള ചാൻസ് കൂടെ വാങ്ങാം. ഓക്കെ ഗൈസ്, ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനലാണ്. അത്ര രൂപ കൊടുത്ത് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അവർ സമ്മതിച്ചു. ഇവരും ഇതേപോലെ കൈക്കൂലി കൊടുത്താണ് റേസ് ബാക്കി എടുത്തത്. ഓക്കെ, എനിക്കെന്തായാലും ഇവിടെ ഇപ്പോൾ എന്തായാലും ഒരു ചാൻസ് കൂടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ നമുക്കെന്തായാലും നൈസായിട്ട് എന്തായാലും അങ്ങോട്ട് പോവാം. ഓക്കെ, ഇത് അവസാനത്താണ്. ഇനി കൈക്കൂലി വാങ്ങില്ല. മാക്സിമം 5 വരെയാണ് അവർ മാക്സിമം വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഇനി ഒരാൾക്ക് 5 കിട്ടത്തുമില്ല, ഒരു തേങ്ങ കിട്ടില്ല. ഓക്കെ, ഓക്കെ ഇവിടെ ഞങ്ങൾ സ്പീഡിൽ അങ്ങ് ചാടാം. ഓക്കെ, ഞാൻ എന്തായാലും ഒന്ന് ഹെൽമെറ്റ് വെക്കട്ടെ. അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടങ്ങ് വീണാലേ. ഇത് എത്രാമത്തെ ഹെൽമെറ്റാണ്? എൻ്റെ എല്ലാ ഹെൽമെറ്റുകളും പോകണം. ഓക്കെ, നല്ലൊരു ഹെൽമെറ്റ് എടുത്തിട്ട് പവർഫുള്ളാണ്. ഓക്കെ ഇനി ഒന്ന് നോക്കണം. മനസ്സ് തുറന്ന ഒറ്റ ചാട്ടങ്ങ് ചാട്ട. ഓക്കെ ബ്രേക്ക് കൂടി. അയ്യോ, അപ്പം ഇവിടെ നിന്ന് വീണേനെ. ഓക്കെ, ഇതിലെങ്ങനെയെങ്കിലും നമുക്ക് ജയിച്ചേ പറ്റും. ആ സാധനം ഒന്ന് കടന്നാൽ മതി. നമുക്ക് എല്ലാം ഞാൻ അതൊന്ന് കടന്നാൽ മതി, വേറെ ഒന്നും നോക്കണ്ട. ഓക്കെ, ഞാൻ ഇവിടെ ഇപ്പം എന്തായാലും ഇങ്ങനെ എത്തിയിട്ടുണ്ട്. നമുക്കിനി ഈ സാധനമാണ് മോനെ പ്രശ്നം. മാൻ, നമ്മളങ്ങനെ വന്നു മോനെ. ഇവിടെയാണ് മോനെ കുഴപ്പം. ആ സാധനം ഒന്ന് നേരെ ആകുമ്പോൾ പോകണം. ഓക്കെ, റെഡി 1 2 3 സ്റ്റാർട്ട്. നമ്മൾ നല്ല സ്പീഡിലാണ് പോണേ.
എത്തിയാൽ മതി. ഓ മാൻ, ഒരു പാടുപെട്ട് ഗൈസ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. എൻ്റെ ഒമ്പോ, ഞാൻ വിചാരിച്ചില്ല. ആൻഡ് ഫൈനൽ നമ്മളിവിടെ എത്തി. ഇനി ഇവനെങ്ങാനും ജയിക്കുമോ? അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. നമ്മളൊക്കെ അല്ല പ്രൊഫഷണൽ ഡ്രൈവേഴ്സ് അല്ലേ, എന്നിട്ട് നമ്മൾ ജയിച്ചില്ല. ഇവനെങ്ങനെ ജയിക്കേ? ഞാൻ ജയിച്ചിരിക്കും, ജയിച്ച് കാണിച്ചിരിക്കും. ഇതെൻ്റെ വാശിയാണ് കേട്ടാ. ഓക്കെ, ഞാനിങ്ങനെ ഇവിടെ എടുത്ത് ചാടി. ഇവിടെ ഇപ്പോൾ എന്തായാലും ഞാൻ ഫിനിഷ് ലൈനിൽ ഞങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒറ്റ ചാട്ടം എടുത്ത് ചാടി കൊടുത്താൽ മതി. സിമ്പിൾ. ഓക്കെ, അങ്ങനെ 5ാമത്തെ ടേണിൽ ഞാനങ്ങനെ ജയിച്ചേക്കാണ്. അയ്യോ ഇവന് ടേണൊന്നും കൊടുക്കണ്ടായിരുന്നു. എന്നാൽ അവൻ ജയിക്കൂലായിരുന്നു. എന്നാൽ ആൾക്കാരാണ് ഇനിയും പൈസ തട്ടിയെടുക്കുമായിരുന്നു. ഓഹോ, അങ്ങനെയായിരുന്നല്ലേ നിങ്ങളെയൊക്കെ ഐഡിയാസ്. പക്ഷേ മോനെ, ആ റെക്കോർഡൊക്കെ ഞാൻ തകർത്തു. 5ാമത്തെ ഇതിൽ തന്നെ ഞാൻ ഈസി ആയിട്ട് ജയിച്ച്. ഇനി എനിക്ക് ഈ 2 വണ്ടി എനിക്ക് സ്വന്തം. ഓക്കെ, ഇനി എന്തായാലും എനിക്കാണ് ഈ 2 വണ്ടി. ഓക്കെ, അങ്ങനെ എന്തൊക്കെയോ കഷ്ടപ്പെട്ടൊക്കെ നമ്മുടെ R1Y5 നമ്മളെ ജയിച്ചിപ്പിച്ചേക്കാണ്. ഓക്കെ, അപ്പോൾ വണ്ടിയുടെ കീ ഇങ്ങട്. ഓക്കെ, എനിക്കെന്തായാലും ഇവിടെ ഇപ്പോൾ എന്തായാലും 2 വണ്ടിയുടെ കീ എടുത്ത് നമുക്കെന്തായാലും എല്ലാ വണ്ടിയും ഓടിച്ചു നോക്കാം. എന്നിട്ട് ഒരു ട്രക്കിൽ കയറ്റി കൊണ്ടുപോകാം നമുക്ക് നമ്മുടെ 3 വണ്ടിയൊക്കെ. നമുക്കിപ്പോൾ 3 വണ്ടി, അല്ലാതെ തന്നെ നമ്മളതിൽ ഒരു ഏതാണ് KTM RC 390 ഉണ്ട്. അതൊന്നും സാരമില്ല. അപ്പോൾ നമുക്കെന്തായാലും ഇതും കൊണ്ട് എന്തായാലും അങ്ങ് കത്തിച്ച് എന്തായാലും വിടാം.